നമസ്കാരം. ഇത് കൊല്ലം ജില്ലയിലെ പ്രാക്കുളം എന്ന സ്ഥലമാണ്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഇവിടെ സമ്പ്രാണിക്കൊടി എന്നുള്ള ഒരു ചെറിയ ദ്വീപുണ്ട്. കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ സമ്പ്രാണിക്കൊടി. ഈ സമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന പേരെങ്ങനെ വന്നതെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് ചൈനയിൽ നിന്ന് വ്യാപാരത്തിന് ഇവിടെ വന്നിരുന്ന കപ്പലുകൾ നങ്കൂരം ഇട്ടിരുന്നത് ഈ തീരത്താണ്. അന്ന് കാലത്തൊക്കെ നാട്ടുകാർ ഈ കപ്പലുകളെ ചമ്പ്രാണി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ആ ചമ്പ്രാണി എന്നുള്ള വാക്കിൽ നിന്നാണ് സമ്പ്രാണിക്കൊടി എന്ന പേരുണ്ടായത്. ഇത് സമ്പ്രാണിക്കൊടിയിലേക്ക് പോകാൻ വരുന്നവർക്കുള്ളൊരു വെയിറ്റിംഗ് ഷെഡാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ബോട്ട് ജെട്ടി ഉള്ളത്. ഇത് അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായലിന്റെ തെക്കേ അറ്റത്തായിട്ടാണ് ഈ സമ്പ്രാണിക്കൊടി. കൊല്ലം ടൗണിൽ നിന്ന് പ്രാക്കുളത്തേക്ക് 13 കിലോമീറ്റർ ആണുള്ളത്. കൊല്ലത്തുനിന്ന് വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇഷ്ടം പോലെ ബസ് പ്രാക്കുളത്തേക്ക് കിട്ടും. ഇവിടുന്ന് 1.5 കിലോമീറ്റർ ആണ് സമ്പ്രാണിക്കൊടിയിലേക്കുള്ളത്. നമുക്ക് ബോട്ടിന് 5 മിനിറ്റ് കൊണ്ട് സമ്പ്രാണിക്കൊടി എത്താം. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള അത്യാവശ്യം സ്ഥല സൗകര്യം ഇവിടെ ഉണ്ട്. 2 വീലറിന് 20 രൂപയും 4 വീലറിന് 30 രൂപയാണ് പാർക്കിംഗ് ചാർജ്. DTPCയുടെ കീഴിലുള്ള പലതരത്തിലുള്ള പാക്കേജസ് ഉണ്ട് സമ്പ്രാണിക്കൊടി പോവാനായിട്ട്. നല്ല നല്ല സീ ഫുഡ്സ് കിട്ടുന്ന ഹോട്ടൽസ് ഇവിടെ ഉണ്ട്. ഇത് ബോട്ടിന്റെ ടിക്കറ്റ് കൗണ്ടർ ആണ്. ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ബോട്ട് വെയിറ്റ് ചെയ്ത് ഒരുപാട് സമയമൊന്നും ചെലവഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോഴും ബോട്ട് ഉണ്ട്. ഒരു ബോട്ടിൽ സീറ്റ് ഫുള്ളായാലേ ഇവിടുന്ന് പുറപ്പെടുള്ളൂ എന്ന് മാത്രം. പക്ഷെ ഒരുപാട് വലിയ ബോട്ടുകളല്ല, ചെറിയ ചെറിയ ബോട്ടുകളാണ്. 8 സീറ്റ് 6 സീറ്റൊക്കെ ഉള്ള ബോട്ടുകളാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആള് നിറയും, ബോട്ട് പുറപ്പെടും. കൊല്ലം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ മൺട്രോ ഐലൻഡ്, ഇവിടുന്ന് 13 കിലോമീറ്റർ ആണ് മൺട്രോ ഐലൻഡിലേക്കുള്ളൂ. ഈ കാണുന്നതാണ് ബോട്ട് കയറാനായിട്ട് പോകുന്ന വഴി. ആ പോകുന്നത് ഒരു ഹൗസ് ബോട്ടാണ്. ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഹൗസ് ബോട്ടാണത്. കായലിലൂടെയുള്ള യാത്ര, ബോട്ട് യാത്ര വളരെ സുഖകരമായൊരു യാത്രയാണ്. നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട്. പക്ഷെ ഒരുപാട് സമയം നമുക്കത് ആസ്വദിക്കാനുള്ള സമയമില്ല എന്ന് മാത്രം. എന്താന്ന് വെച്ചാൽ ദൂരം അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് മതി സമ്പ്രാണിക്കൊടിയിൽ എത്താനായിട്ട്. നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ്. ഇവിടെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചെരുപ്പിട്ട് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ ചെരുപ്പെല്ലാം അഴിച്ചിട്ടിട്ടാണ് എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങുക. ഒരു 4 കിലോമീറ്ററോളം നമുക്ക് ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കാം. കണ്ടൽ ചെടികളാണ് ഈ ദ്വീപ് ഫുള്ളായിട്ടുള്ളത്. കണ്ടൽ ചെടികളാണ്. ഇത് ദേശീയപാതയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് മണ്ണെടുത്തിട്ട് അത് ഇവിടെ കൊണ്ടിട്ട്, അങ്ങനെ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവിടുന്നുള്ള മണ്ണ് ഇവിടെ കൊണ്ടിട്ടാണ് ഈ ഒരു ദ്വീപ് ഇവിടെ രൂപപ്പെട്ടതെന്നാണ് പറയണത്. ഒരു 7-8 വർഷമായിട്ടുള്ളൂ ഈ സമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ഒരു ദ്വീപ് ഇവിടെ രൂപം കൊണ്ടിട്ട്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് സമ്പ്രാണിക്കൊടിയിലെ വിസിറ്റിംഗ് ടൈം.
രാവിലെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം. കക്കകളാണിത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദ്വീപാണ് ഈ സമ്രാണിക്കൊടി. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും എങ്ങനെ വേണമെങ്കിലും വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ്. ഈ കണ്ടൽ ചെടികളുടെ കുറ്റികളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കണ്ടൽ ചെടികളുടെ ഉള്ളിലേക്കൊക്കെ കയറി പോകുമ്പോൾ ആ കുറ്റികളൊക്കെ കാലിൽ കുത്തിക്കൊള്ളാതെ നോക്കണം. ചെരുപ്പിടാത്തതുകൊണ്ട് തന്നെ കാലില് ചിലപ്പോൾ നമ്മൾ കാണില്ല ഈ കുറ്റി നിൽക്കുന്നത്, ചിലപ്പോൾ കാലിൽ അത് കൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഈ ചെറിയ ഈ മാങ്ങ ഉപ്പിലിട്ടത്, നെല്ലിക്ക ഉപ്പിലിട്ടത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും. ഈ ചെറിയ വഞ്ചിയിൽ നമുക്കിവിടെ ഒരാൾക്ക് 50 രൂപയാണ്. ആ ചെറിയ വഞ്ചിയിൽ നമ്മളിവിടെ ചുറ്റി, ഇവിടെ അടുത്തായിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു 4 ഐലൻഡ് ഉണ്ട്. അത് ജോസഫ് ഐലൻഡ്, തോമസ് ഐലൻഡ്, ജോർജ് ഐലൻഡ്, ഫാത്തിമ ഐലൻഡ്, ഇങ്ങനെയാണ് ഈ 4 ദ്വീപുകളുടെയും പേര്. അതിൽ ഈ ജോസഫ് ഐലൻഡിലും ജോർജ് ഐലൻഡിലും കൂടി ടോട്ടൽ 60 ഫാമിലീസ് ആണുള്ളത്. തോമസ് ഐലൻഡിൽ 80 ഫാമിലിയും ഫാത്തിമ ഐലൻഡിൽ 150 ഫാമിലിയാണ് ഇപ്പോഴുള്ളത്. ഇവിടുത്തെ ഫാമിലീസിന്റെ കാര്യം, ഇവർക്ക് എന്ത് കാര്യത്തിനും നമ്മളിപ്പോൾ പുറപ്പെട്ട ബോട്ട് ജെട്ടിയില്ലേ, പ്രാക്കുളം ബോട്ട് ജെട്ടി, അവിടേക്ക് പോകണം. എന്നാൽ മാത്രമേ ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ എന്ത് കാര്യത്തിനും അങ്ങോട്ട് പോകണം. അതാണ് ഇവിടെ ജീവിക്കണവരുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയണത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനായാലും സ്കൂളിൽ പോകാനായാലും എന്തെങ്കിലും വാങ്ങാൻ പോകാനായാലും എല്ലാ കാര്യത്തിനും ഇവര് അടുത്തുള്ള സ്ഥലത്തേക്ക് ബോട്ടിന് പോകണം. ഒരു അരമണിക്കൂർ നമുക്കിങ്ങനെ വഞ്ചിയിൽ ഇങ്ങനെ ചുറ്റി ഈ ഐലൻഡിന്റെ സൈഡിൽ കൂടെ ഒക്കെ നടന്ന് കാണാൻ പറ്റും. വഞ്ചിയിൽ സഞ്ചരിച്ച് കാണാൻ പറ്റും. ഒരു ദിവസം ഹാപ്പി ആയിട്ട് ആസ്വദിക്കാൻ പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് സാമ്പ്രാണിക്കൊടി.